നല്ല പാർട്ടി എങ്ങനെയായിരിക്കണം? ഒരു ചോദ്യം. നമ്മൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ? അതോ ഒരു മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയെയോ? ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നാം പലപ്പോഴും ആ വ്യക്തിയെ മാത്രം കാണുന്നു. പക്ഷേ ഒരു നേതാവ് ഒറ്റയ്ക്ക് ഭരിക്കുമോ? അവരുടെ പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. കാരണം ഒരു നേതാവ് ഒറ്റയ്ക്ക് ഭരിക്കുന്നില്ല. അവരുടെ പിന്നിൽ ഒരു വലിയ സംഘം, ഒരു ചിന്ത, ഒരു സംവിധാനമുണ്ടാകും. അപ്പോൾ ഒരു വലിയ ചോദ്യം: നല്ല രാഷ്ട്രീയ പാർട്ടി എങ്ങനെയായിരിക്കണം? എല്ലാവർക്കും പ്രചോദനം ലൈഫിലേക്ക് സ്വാഗതം. ഒരു ചെറിയ പട്ടണം ചിന്തിക്കുക. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. വർഷങ്ങളായി ആശുപത്രിയിൽ ഡോക്ടർമാർ കുറവ്, റോഡുകൾ തകർന്ന അവസ്ഥ, യുവാക്കൾക്ക് ജോലി അവസരം കുറവ്. ഓരോ തിരഞ്ഞെടുപ്പിലും നേതാക്കൾ വന്നു, വാഗ്ദാനങ്ങൾ പറഞ്ഞു, ജനങ്ങൾ വോട്ട് ചെയ്തു. പക്ഷേ പ്രശ്നങ്ങൾ മാറിയില്ല. കാരണമെന്തായിരുന്നു? ജനങ്ങൾ നേതാവിനെ മാത്രം നോക്കി. അവരുടെ പിന്നിലുള്ള പാർട്ടിയെ അവർ വിലയിരുത്തിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി വെറും തിരഞ്ഞെടുപ്പ് യന്ത്രമല്ല. അത് ഒരാശയം, ഒരു ദർശനം, ഒരു പ്രവർത്തന സംഘം എന്നിവയുടെ കൂട്ടായ്മയാണ്. സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി. ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കായി മാത്രമുണ്ടാകുന്ന സംഘടന യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയാകില്ല. പാർട്ടി ഒരു വ്യക്തിയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു വ്യക്തിയുടെ പേരല്ല. അത് ഒരു വലിയ സംവിധാനമാണ്. നൂറുകണക്കിന് പ്രവർത്തകർ, നൂറുകണക്കിന് തീരുമാനങ്ങൾ, നൂറുകണക്കിന് നയങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് ഒരു പാർട്ടി. ഒരു നല്ല പാർട്ടിയുണ്ടെങ്കിൽ ശരാശരി നേതാവിനും നല്ല ഭരണമാണ് നൽകാൻ കഴിയുക. പക്ഷേ മോശം പാർട്ടിയുണ്ടെങ്കിൽ മികച്ച നേതാവിനും അത് ബുദ്ധിമുട്ടായിരിക്കും. വ്യക്തമായ ദർശനം. ഒരു നല്ല പാർട്ടിക്ക് ഒരു വ്യക്തമായ ദർശനമുണ്ടാകും. രാജ്യം എങ്ങോട്ടു പോകണം, സമൂഹം എങ്ങനെ വളരണം, ദാരിദ്ര്യം കുറയ്ക്കാൻ എന്തു ചെയ്യും, തൊഴിലെങ്ങനെ സൃഷ്ടിക്കും, വിദ്യാഭ്യാസം എങ്ങനെ മെച്ചപ്പെടുത്തും, ഇവയെക്കുറിച്ച് വ്യക്തമായ ചിന്തയില്ലെങ്കിൽ അത് സാധാരണയായി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ മാത്രമുള്ള പാർട്ടിയായിരിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങളോട് ബന്ധം. ഒരു നല്ല പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കില്ല. അവർ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കും. ഒരു കർഷകന്റെ വിഷമം, ഒരു തൊഴിലാളിയുടെ പ്രശ്നം, ഒരു വിദ്യാർത്ഥിയുടെ ആശങ്ക, ഇവയെല്ലാം പാർട്ടിയുടെ ചർച്ചാവിഷയമാകും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മറന്ന് വെറും പ്രചാരണം മാത്രം ചെയ്യുന്ന പാർട്ടി ദീർഘകാലം സമൂഹത്തിന് ഗുണകരമാകില്ല. ജനങ്ങളുടെ ജീവിതം മനസ്സിലാക്കാത്ത പാർട്ടി സമൂഹത്തെ നയിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ അകത്തെ ജനാധിപത്യം. ഒരു നല്ല പാർട്ടി തന്റെ അകത്തും ജനാധിപത്യം പാലിക്കും. അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും, ചർച്ചകളുണ്ടാകും, തീരുമാനങ്ങൾ സംഘടനയുടെ അടിസ്ഥാനത്തിലെടുക്കും. പക്ഷേ ഒരു വ്യക്തി മാത്രം എല്ലാം തീരുമാനിക്കുന്ന പാർട്ടി ദീർഘകാലത്ത് ജനാധിപത്യത്തിന് അപകടകരമായിരിക്കും. തീരുമാനങ്ങൾ ഒരാൾ മാത്രം എടുക്കുന്ന സംഘടന ദീർഘകാലത്ത് ശക്തമായ ജനാധിപത്യ സംവിധാനം നിർമ്മിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ അകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകണം. അവ സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാകണം. നൈതികതയും ഉത്തരവാദിത്വവും. ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലായാലും അധികാരത്തിനു പുറത്തായാലും നൈതികത പാലിക്കണം. അഴിമതി സഹിക്കാത്ത സംസ്കാരം പാർട്ടിക്കുള്ളിലുണ്ടാകണം. തെറ്റുകൾ സംഭവിച്ചാൽ അത് തിരുത്താൻ തയ്യാറാകണം. പുതിയ തലമുറയ്ക്ക് അവസരം. സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയുടെ ആശയങ്ങൾ കേൾക്കാൻ പാർട്ടികൾ തയ്യാറാകണം. യുവജനങ്ങൾ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കണം. പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായ പാർട്ടികൾ മാത്രമാണ് ദീർഘകാലം നിലനിൽക്കുന്നത്. സമൂഹം മാറുന്നു. പുതിയ ചിന്തകൾ വരുന്നു. ഒരു നല്ല പാർട്ടി യുവജനങ്ങൾക്ക് അവസരം നൽകും. പുതിയ ആശയങ്ങൾ കേൾക്കും. പുതിയ നേതാക്കളെ വളർത്തും. ഇല്ലെങ്കിൽ രാഷ്ട്രീയം നിശ്ചലമാകും. പൗരൻ ചോദിക്കേണ്ട ചോദ്യങ്ങൾ. ഒരു പാർട്ടിയെ വിലയിരുത്തുമ്പോൾ നാം ഈ ചോദ്യങ്ങൾ ചോദിക്കണം. ഈ പാർട്ടിക്ക് വ്യക്തമായ ദർശനമുണ്ടോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ അജണ്ടയിലുണ്ടോ? പാർട്ടിയുടെ അകത്തെ ജനാധിപത്യമുണ്ടോ? നൈതികത പാലിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോഴാണ് നമുക്കൊരു പാർട്ടിയെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല നേതാക്കളെ മാത്രം തിരഞ്ഞെടുക്കുന്നത് മതിയാവില്ല.
നല്ല പാർട്ടികളെയും നാം തിരിച്ചറിയണം. കാരണം ഒരു നേതാവിനേക്കാൾ പലപ്പോഴും ഒരു പാർട്ടിയാണ് ഭരണത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത്. അതിനാൽ വോട്ട് ചെയ്യുമ്പോൾ ഒരു പേരിനെ മാത്രം നോക്കരുത്, ഒരു പാർട്ടിയുടെ സ്വഭാവവും നോക്കുക. അപ്പോൾ മാത്രമേ ജനാധിപത്യം ശക്തമാവൂ. ഒരു നല്ല പാർട്ടിയുണ്ടാകുമ്പോൾ നല്ല നേതാക്കളും ഉണ്ടാകും. പാർട്ടികളെ അന്ധമായി പിന്തുടയാതെ അവയെ വിലയിരുത്തണം. ജനാധിപത്യത്തിൽ ശക്തി പൗരന്മാർക്കാണ്. ബോധമുള്ള പൗരന്മാരുണ്ടെങ്കിൽ ശക്തമായ ജനാധിപത്യമുണ്ടാകും. ബോധമുള്ള വോട്ട് കേരളത്തിന്റെ ഭാവി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പ്രിയരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക.